പൊതുവെ ഈ കോൺഗ്രിഗേഷനെ കുറിച്ചിട്ട്, സന്യാസമൂഹത്തെ കുറിച്ചിട്ട് എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സന്യാസമൂഹം പ്രവർത്തിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് മേജർ ആർച്ച് ബിഷപ്പ് എന്നതിക്ക് ഞാൻ ഗോരഖ്പൂരിൽ പോകാനായിട്ട് ഇടയായി. അവിടെ ഇതുപോലെ നിങ്ങളുടെ ഒരു വലിയ ഭവനത്തില് അച്ഛന്മാരെ കൊണ്ടുചെന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഉള്ള കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്, ആർക്കും വേണ്ടാത്തതാണ്, ഉപേക്ഷിച്ചു പോയതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവരൊക്കെ എത്രയോ ഭംഗിയായിട്ടാണ് നമ്മുടെ സിസ്റ്റേഴ്സ് ശുശ്രൂഷിക്കുന്നത്. അവിടെ പുതുതായിട്ട് വന്ന ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു. ആ കുഞ്ഞിനെ ഗോരഖ്പൂർ റെയിൽവേ പാളത്തിന്റെ അടുത്ത് മാതാപിതാക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ജനനാൽ തന്നെ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ വളർത്തി വലുതാക്കിയിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചിട്ട് കൊന്നുകളയാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ട് കൊണ്ടുപോയി വഴിയിൽ എവിടെയോ വെച്ചു. ഈ കുഞ്ഞിനെ കിട്ടിയപ്പോൾ പോലീസ് വേറെ ഒരാളെ അന്വേഷിച്ചില്ല. ആ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ പരിപാലന ഭവനത്തിൽ വന്നു. ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചു. ആ കുഞ്ഞിനെ സിസ്റ്റേഴ്സ് പൊന്നുപോലെ നോക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, കർത്താവ് നമ്മോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ 3 വലിയ കൽപ്പനകളിലെ ചുരുക്കാം. ഒന്ന്, കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കർത്താവിൻ്റെ വലിയ കൽപ്പനയാണ്. നമ്മൾ ഈ അൾത്താരയ്ക്ക് ചുറ്റും കർത്താവ് പറഞ്ഞ കൽപ്പന പൂർത്തിയാക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, ജനക്കൂട്ടത്തെ കണ്ടപ്പോ കർത്താവിന് അവരുടെ അനുകമ്പ തോന്നി. പ്രഭാതം തുടങ്ങി പ്രദോഷം വരെ അവര് കർത്താവിന് കേൾക്കാൻ വന്നവരാണ്. കർത്താവ് പറഞ്ഞു, ഇവർക്ക് വിശക്കുന്നുണ്ട്, നാം എവിടെ നിന്ന് കൊടുക്കും. പത്രോസ് എനിക്ക് തോന്നുന്നത് അല്പം ഒരു തൃശ്ശൂര് ബന്ധമുള്ള ഒരാളാണ്, കണക്കൊക്കെ കൃത്യം അറിയാവുന്ന ആളാണ്. പറഞ്ഞത് 5000 പുരുഷന്മാരുണ്ട്, ഇതർത്ഥം 10000 പെണ്ണുങ്ങളുണ്ട്. 3 കുട്ടിയെ വെച്ച് കൂട്ടിയാലേ നമ്മൾ തെണ്ടിപ്പോകും. വെറുതെ ആവശ്യമില്ലാത്ത പുലിവാലിലൊന്നും പോകണ്ട. ഇപ്പൊ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, കടകൾ കൂട്ടിയിട്ടില്ല. ഇവരെ വിട്ടാല് വഴിയിലും ഒക്കെ വിടുന്നെങ്കിലും ഭക്ഷണം കിട്ടും. കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു പിഞ്ചു ബാലൻ അവിടെ കണ്ടുപിടിക്കപ്പെട്ടു. അവനെ കുറിച്ച് പറയുന്നത്, അവന്റെ അമ്മ പ്രസംഗം നീണ്ടപ്പോ വാഷ്റൂമിലൊന്ന് പോയതാണ്. ഈ ചേട്ടൻ കുറെ പ്രസംഗിക്കുന്ന ഒരാളാണ്. നിർത്തില്ല മോനെ, അപ്പൊ വിശന്നാ നീ കഴിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുത്തതാണ് ഈ 5 2 അമ്മ പോയ നേരത്താണ് പത്രോസും അന്ത്രയോസും പീലിപ്പോസും ബർത്തലോമയും ഒക്കെ കൂടെ അപ്പ അന്വേഷിച്ചു വരുന്നത്. അപ്പൊ കുട്ടി പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്നു. കർത്താവ് അത് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചാൽ തരുമോ? അവൻ പറയിപ്പിട്ടെന്താ? അതെടുത്ത് കർത്താവ് ഉയർത്തി, അതെടുത്ത് വാഴ്ത്തി മുറിച്ചു. എല്ലാവരും തിന്നും തൃപ്തരായ ശേഷം സുവിശേഷം പറയുന്ന എത്ര കുട്ടി ബാക്കി വന്നു? 12 ബാക്കി. 6 നിത്യവ്രതം ചെയ്യുന്ന പ്രിയപ്പെട്ട സിസ്റ്റർമാരും നിങ്ങൾ 2 പേരും ഈ കുട്ടികൾക്ക് തുല്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനുമാണ്. ഈ നല്ല മനസ്സിന്റെ വലിയ ഔദാര്യമായിട്ടാണ് നിങ്ങൾ ഈ അൾത്താരയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ഈ കുഞ്ഞുങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്താ നിങ്ങൾ ഇവിടെ ചേരാൻ കാരണം? ഇതിലൊക്കെ പത്രാസുള്ള സാമ്പത്തിക സുസ്ഥതയുള്ള വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്.
അവിടേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചേരണമെന്ന് എന്താ നിർബന്ധം പിടിച്ചെന്നുള്ള ഉത്തരം ഇതുവരെ അവിടെ കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങള് കർത്താവിന്റെ കൈകളിൽ മുറിക്കപ്പെടാനുള്ള അപ്പവും മീനുമാണ്. നിങ്ങളുടെ ഈ നല്ല മനസ്സാണ് ഞാൻ കർത്താവിന്റെ മുൻപിൽ നന്ദിയായിട്ട് പറയുന്നത്. നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ധാരാളമാണ്. ഈ കാലഘട്ടത്തില് നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ വളരെ വലുതാണ്. അതിൻ്റെ ഒക്കെ നടുവില് നിങ്ങൾ ഈ മഠത്തില് ചേരാൻ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കർത്താവിനെ കൊടുക്കാൻ, നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സ്, മക്കളെ, കർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ സിസ്റ്റർ ലിറ്റിയെ കുറിച്ചൊന്ന് വായിച്ചു പഠിക്കാനൊക്കെ ഒന്ന് പരിശ്രമിച്ചു. മെഡിക്കൽ ഡോക്ടറാണ്, കോതമംഗലംകാരിയാണ്, MSc-കാരിയായിരുന്നു. അവിടുന്ന് ചാടി പോകുന്നത്. ഞാൻ സിസ്റ്റർ ലിറ്റിയെ കുറിച്ച് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത, MSc-യിലെ വളരെ ബുദ്ധിയുള്ള ഒരു സിസ്റ്റർ മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ടൂറിലേക്ക് വിട്ടത്. ടൂറിലാണ് ഡോൺ ബോസ്കോയുടെ സ്ഥലമുള്ളത്, ടൂറിലാണ് കൊത്തളങ്കയുടെ സ്ഥലമുള്ളത്. ഞാൻ അവിടേക്ക് പോകാൻ ദൈവത്താൽ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഈ കൊത്തളങ്കയുടെ ദൈവപരിപാലന ഭവനത്തിലെ സിസ്റ്റർ ലിറ്റി ചെന്ന് വിട്ടു. അവിടെ വഴിയിൽ കിട്ടിയവരെയും ആർക്കും വേണ്ടാത്തവരെയും ഒക്കെ പരിപാലിക്കുന്ന ആ ശുശ്രൂഷ കണ്ടപ്പോ സിസ്റ്റർ ലിറ്റി, ഒരു മെഡിക്കൽ ഡോക്ടർ ആകാൻ പോയ സിസ്റ്റർ ലിറ്റിക്ക് മനസ്സിൽ ഒരു ചിന്ത വന്നു, എന്റെ വിളി ഒരു ഡോക്ടറായിട്ട് MSc-യിൽ നിൽക്കുന്നതല്ല, ഈ മതിലെ ചാടിക്കിടക്കണം. ഈ മതില് ചാടാനുള്ള ചങ്കൂറ്റം പുള്ളി കാണിച്ചതാണ് ഇന്നത്തെ നിങ്ങളുടെ സന്യാസ സമൂഹം. മദർ തെരേസയെ കുറിച്ച് മാൽക്കം മെക്ബ്രിഡ്ജ് വളരെ മനോഹരമായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ അവസാനം പേര് കൊടുത്തിട്ടുണ്ട്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. മദറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു ലൊറേറ്റ് കോൺവെന്റിലെ സിസ്റ്റർ ആയിരുന്നു, എല്ലാ സൗകര്യങ്ങളും, യൂറോപ്യൻ കോൺഗ്രിഗേഷനാണ്, എല്ലാ സൗകര്യങ്ങളും, എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. And why did you jump over the walls? എന്തുകൊണ്ടാണ് നിങ്ങൾ മതിൽ ചാടിയത്? മദർ തെരേസ പറഞ്ഞു, അപ്പത്തിന്റെ രൂപത്തിൽ ഞാൻ ഞങ്ങളുടെ സക്രാരിക്കുള്ളിലും കുസ്തോദിക്കുള്ളിലും കണ്ട കർത്താവിനെ ഞാൻ കൽക്കട്ടയുടെ തെരുവീതികളിൽ കണ്ടു. അത് പറക്കി കൂട്ടാനാണ് ഞാൻ മതിൽ ചാടിയത്. ഈ സക്രാരിക്കകത്തുള്ള അതേ ഈശോ കൽക്കട്ടയുടെ തെരുവീതികളിലെ ആർക്കും വേണ്ടാതെ കിടക്കുന്നത് ഞാൻ കണ്ടു. I decided to jump over the walls. മദർ ലിറ്റി അതാണ്. ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു, വലിയ അറിവും പഠിപ്പൊക്കെ ഉണ്ടായിരുന്നു. She decided to jump over the walls of the medical systems to reach ഈ സന്യാസമൂഹം സ്ഥാപിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ പുരോഗതി എന്ന് പറയുന്നത് സ്ഥലം വാങ്ങിക്കലും കെട്ടിടം പണിയലും ശുശ്രൂഷയുടെ കുറെ കൂടെ സാമ്പത്തിക സുസ്ഥിതിയുള്ളതാക്കി തീർക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലുമല്ല. ഇവിടെ കണ്ണുനീരോടുകൂടെ വഴിയിൽ വീണുപോയ തിരുവോസ്തി പറക്കി കൂട്ടാൻ ഇറങ്ങി പുറപ്പെട്ട സിസ്റ്റർ ലിറ്റിയുടെ, മദർ ലിറ്റിയുടെ മക്കളാണ് നിങ്ങൾ. ഇന്ന് നല്ല സമ്പ്രദായക്കാരന്റെ കഥ ഞാൻ എടുത്ത് വായിച്ചു. ഞാനെടുത്ത് വായിച്ചപ്പോഴും സമറിയക്കാരന്റെ കഥയ്ക്ക് പശ്ചാത്തലമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഈ മനുഷ്യനെ തസ്കരന്മാരെ ആക്രമിച്ച് അവന്റെ കയ്യിലുള്ളത് മുഴുവൻ കട്ടെടുത്ത് അവൻ അർദ്ധപ്രാണനായിട്ട് വഴിയിൽ വിട്ടു.
ആദ്യം ആ വഴിയിൽ കടന്നുപോയത് ഒരു പരിസയനാണ്, പുരോഹിതനാണ്. ആദ്യം ആ വഴിയിലൂടെ കടന്നുപോയത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പുരോഹിതനാണ്. അവനെ കണ്ടു, പക്ഷെ കടന്നുപോയി. രണ്ടാമത് വന്ന് ലേവായനാണ്. ബൈബിളിൽ ഇത്രയേറെ അറിവുള്ള ഒരു മനുഷ്യൻ. ലേവായക്കാരുടെ സ്ഥിതി അതാണ്. ബൈബിള് പഠിക്കുക, ബൈബിള് വ്യാഖ്യാനിക്കുക. എനിക്ക് തോന്നുന്ന കരിസ്മാറ്റിക് പ്രസംഗത്തിന്റെ ആളുകളാണ് ഈ ലേവായക്കാർ. അവനും കണ്ടു, പക്ഷെ കടന്നുപോയി. ഒരു വിവരവും ഇല്ലാത്ത, ബൈബിളിനെ കുറിച്ചോ യഹൂദ പാരമ്പര്യങ്ങളെ കുറിച്ചോ കൃത്യതയില്ലാത്ത ഒരു വിഭാഗമാണ് സമറിയക്കാര്. അതുകൊണ്ട് സമറിയക്കാരെ ഒരിക്കലും യഹൂദന്മാരെ തറവാടികളായിട്ട് കണ്ടുമുട്ടാത്തവരാണ്. തറവാടിത്തം ഇല്ലാത്തവരാണ് സമറായക്കാര്. ആ സമറായക്കാരിൽപ്പെട്ട ഒരുത്തൻ അവനെ കണ്ടപ്പോൾ മനസ്സിലായി, ഈ വീണ് കിടക്കുന്നത് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യനല്ല, എന്റെ സ്വന്തം സഹോദരനാണ്. അടുത്ത വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അവൻ മുട്ടുകുത്തി കുമ്പിട്ട് അവന്റെ മുറിവുകളിൽ ചുംബിച്ചു. എന്നിട്ട് അവന് കോരിയെടുത്തു. സത്രത്തിൽ കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, വഴിയിൽ നിന്ന് കിട്ടിയതല്ല, എന്റെ സ്വന്തമാണ്. എന്റെ കയ്യിൽ 2 ധനാറേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരുമ്പോ ഈ ബില്ല് തീർക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഞാൻ കൊണ്ടുവരാം. ഇവരൊന്ന് സ്വീകരിക്കണം. ഈ 2 ധനാറ കൊടുത്ത ഈ സമറിയക്കാരനെ കുറിച്ച് പുരോഹിത പട്ടത്തിലെ മനോഹരമായിട്ടുള്ള ഒരു പ്രതീകമുണ്ട്. വൈദികർക്ക് പട്ടം കൊടുത്തു കഴിയുമ്പോഴ് മെത്രാനിച്ചൻ വൈദികനെ അംശവസ്ത്രങ്ങൾ അണിയിക്കുന്നതിന് മുൻപ് പാടുന്ന മനോഹരമായിട്ടൊരു പാട്ടുണ്ട്. കക്ര നൽകിയ കർത്താവേ, കക്ര നൽകിയ കർത്താവേ. വൈദിക ജീവിതം, സന്യസ്ത ജീവിതം, സഹോദരങ്ങളെ അൽമായ ജീവിതം, കക്രകള് വർദ്ധിപ്പിക്കാൻ കർത്താവ് നൽകുന്ന അവസരമാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും, ഇതെല്ലാം തന്നെ കർത്താവ് എനിക്ക് നൽകിയ താലന്തുകള് വർദ്ധിപ്പിക്കാനുള്ള വലിയ സന്ദർഭങ്ങളാണ്. നമ്മുടെ 2 കുഞ്ഞു മക്കള് അവരെ കല്യാണ സാരിയുടെ മുകളിലൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത്. അർത്ഥമൊക്കെ മനസ്സിലായതല്ലേ? പിന്നിലുള്ളവര് കുറച്ച് കൊല്ലങ്ങളായിട്ട് സമൂഹത്തിൽ ജീവിച്ചവര് കൂടുതലും നിത്യതയ്ക്ക് തീരുമാനമെടുക്കുകയാണ്. മക്കളെ, നിങ്ങളൊന്നും നേടുന്നില്ല. നിങ്ങൾ നേടുന്നത് മുഴുവൻ സ്വർഗരാജ്യത്തിലെ കർത്താവിന്റെ വലതുവശത്തുള്ള ടിക്കറ്റാണ്. നിങ്ങളുടെ എൻട്രി പാസ് അതാണ്. എന്നോട് ചിലർക്ക് ചോദിക്കാറുണ്ട്, എന്തിനായി കുഞ്ഞുങ്ങൾ പോകുന്നത്? മാതാപിതാക്കൾ അടക്കം ചോദിക്കുന്നുണ്ട്. മിക്കവാറും ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത്? നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, കർത്താവിന്റെ വലതുവശത്തുള്ള ഒരു സീറ്റ്. കർത്താവിന്റെ വലതുവശത്ത് ഇരിക്കണം, കർത്താവിന്റെ കൂടെ ഇരിക്കണം. നമുക്കറിയാം, സുവിശേഷത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. സബദിയുടെ പുത്രന്മാരെ വന്നിട്ട് കർത്താവിന്റെ അടുത്ത് ഒരു ഡിമാൻഡ് വെച്ചു, ഇടതും വലതും ഇരിക്കാനുള്ള അവകാശം. കർത്താവ് എന്താ മറുപടി കൊടുത്തെന്ന് അറിയാമോ? അതാർക്കാണോ നീക്കിവെക്കപ്പെട്ടിരിക്കുന്നത് അവർക്കുള്ളതാണ്. ആ നീക്കിവെക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ ചേർക്കപ്പെടുകയാണ്. അത് ആർക്കാണോ നീക്കിവെക്കപ്പെട്ടിരിക്കുന്നത് അവർക്കുള്ളതാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലെ കർത്താവിന് നിങ്ങളെ തന്നെ കൊടുക്കുകയാണ്. 3 വ്രതങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. അത് 3ഉം ദൈവിക പുണ്യങ്ങളുടെ കഠിനമായ അഭ്യാസം വഴി സുഹൃതങ്ങളാകുന്നതാണ്. മദറ് ഒപ്പിട്ട കടലാസ് വാങ്ങിച്ചിട്ട് കൈമുത്തിയിട്ട് എവിടേക്കാ പോട്ടെങ്കിൽ പെട്ടിയെടുക്കുകയാണ്. അനുസരണം.
അബ്രഹാമിന്റെ കഥ അതുകൊണ്ടാണ് വായിച്ചത്. ഇന്നത്തെ ഒന്നാമത്തെ വായന അതാണ്, അബ്രഹാമിന്റെ വായനയാണ്. നീ വിട്ടുപോകുക, ഞാൻ പറയുന്നിടത്തേക്ക് പോകുക, നിന്റെ മകൻ ഇസ്ഹാക്കിന് നീ ബലി കൊടുക്കുക. അനുസരണം അതാണ് മക്കളെ, വിട്ടുപോകാനുള്ളത്. നിങ്ങളുടെ പാസ്പോർട്ടിലെ സീല് കുത്തുന്ന അമ്മയാണ്. വിട്ടുപോകുക. രണ്ടാമത്തേത് നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ കന്യാവ്രതമാണ്. നിങ്ങൾക്കൊക്കെ മാനുഷികമായിട്ടുള്ള വികാരങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ കർത്താവിന്റെ രാജ്യം സ്വപ്നം കണ്ടിട്ട് വേണ്ടെന്ന് വെക്കാനുള്ള ചങ്കൂറ്റത്തെയാണ് ബ്രഹ്മചര്യം, കന്യാത്വം എന്ന് വിളിക്കുന്നത്. ഇത്ര മനോഹരമായിട്ടൊരു കാഴ്ചപ്പാടാണ് കന്യാവ്രതത്തെ കുറിച്ചിട്ട് പറയുന്നത്. അത് രക്തസാക്ഷിത്വമാണ്. ഒരു കന്യകയായിട്ട് മരണം വരെ ജീവിക്കാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം, അത് ഒരു രക്തസാക്ഷിത്വമാണ് മക്കളെ. കർത്താവിന്റെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള വലിയൊരു രക്തസാക്ഷിത്വം. നിങ്ങളുടെ ശുശ്രൂഷകള്, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവ് അന്ത്യവിധിക്ക് വരുമ്പോൾ കണ്ടവരും കാണാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നീ വിശക്കുന്നവരെ കണ്ടു, നീ ദാഹിക്കുന്നവരെ കണ്ടു, നീ വസ്ത്രമില്ലാത്തവരെ കണ്ടു, നീ അവരെ ഉടുപ്പിച്ചു, അവർക്ക് ഭക്ഷണം വാരി കൊടുത്തു, നീ അവരുടെ ദാഹം തീർത്തു, നീ അവരെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് എന്റെ വലതുവശത്തേക്ക് വരിക. കാണാത്തവരുണ്ട്, ആ കാണാത്തവരോടാണ് പറഞ്ഞത് കർത്താവ്, എനിക്ക് വിശന്നു, നീ തന്നില്ല. ഞാൻ ദാഹാർത്തനായിരുന്നു, നീ കുടിക്കാൻ തന്നില്ല. നീ ഇടതുവശത്തേക്ക് പോകുക. അതുകൊണ്ട് നിങ്ങളുടെ ഫൈനൽ പ്രൊഫഷനും നിങ്ങളുടെ പ്രഥമ വാഗ്ദാനവും ഈ സമൂഹത്തോട് പറയുന്ന വലിയ ഒരു വിപ്ലവമുണ്ട്. ആ വിപ്ലവം കർത്താവിന്റെ വിപ്ലവമാണ്, ദൈവരാജ്യത്തിന്റെ വിപ്ലവമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾ കാണിക്കുന്ന ചങ്കൂറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് സന്യസ്തരെ always respected in the church equal to martyrs. The religious is always honored in the church equal to martyrs. മക്കളെ, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മാതാപിതാക്കളെ, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഈ വാക്കിലെ നിലകൊള്ളാൻ കർത്താവ് 12 പേരെ വിളിച്ചു, പക്ഷെ 11 പേരെ കർത്താവ് സൂക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരാള് ചടുക്കും. ഇതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ മുട്ടുകുത്തി കൊന്ത ചെല്ലുമ്പോൾ, നിങ്ങൾ കൈപിടിച്ച് കുരിശിന്റെ വഴി നടത്തുമ്പോൾ ഓർമ്മിക്കുക, എൻ്റെ മക്കള് ഇവിടെ ഉണ്ട്. കർത്താവ് കാക്കണേ. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ അവർ നീ വഴി നടത്തണേ. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സർവമംഗളങ്ങൾ നേരുന്നു. കർത്താവ് മരിക്കുന്നതിന് മുൻപ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം കർത്താവിന്റെ അമ്മയാണ്. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാ യോഹന്നാൻ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാൻ, ഇതാ നിന്റെ അമ്മ. ഞാനും ഈ തിരുക്കർമ്മങ്ങൾ നിങ്ങളോട് പറയും, നമ്മുടെ എല്ലാ സ്വത്തും, നമ്മുടെ എല്ലാ സുരക്ഷിതത്വവും, നമ്മുടെ സർവസമൃദ്ധിയും പരിശുദ്ധ അമ്മയോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അമ്മ നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.